ആകാംക്ഷ കാണാൻ. പിന്നെ എനിക്ക് ആ സിനിമയുടെ ഒരു ഫ്ലോ എനിക്ക് ഇഷ്ടമായി. 40,000 അൺഐഡൻറ്റിഫൈഡ് ബോഡി ഒരു വർഷം കിട്ടുന്നു എന്ന് പറയുന്നത് ആക്ച്വലി എനിക്കൊരു പുതിയ അറിവാണ്. ആള് കുറവ് മേ ബി ഒരു ഓഫ് ബീറ്റ് ടച്ച് ആയതുകൊണ്ടായിരിക്കാം. കുറച്ചുകൂടെ പ്രൊമോഷൻ കൊടുത്താൽ പിള്ളേരുമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു പടം. നല്ല സിനിമയാണ്. പടം ഒരു നോവൽ വായിച്ച ഫീലിംഗ് ഉണ്ട്. മെസ്സേജ് പോയി കണ്ടാലേ അറിയാൻ പറ്റും. നല്ല പടമായിരുന്നു, നല്ല മെസ്സേജായിരുന്നു. പടത്തിൽ മറ്റേ ഫ്ലഡ്, കോവിഡ് കാലത്തും പിന്നെ ഫ്ലഡ് സമയത്തൊക്കെ അതിനോട് ബന്ധപ്പെട്ട് ഈ ഡെഡ് ബോഡീസ് അങ്ങനെ റിലേറ്റഡ് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. വളരെ ടച്ചിങ് ആണ് ഭയങ്കരമായിട്ടും. നമുക്ക് ആൾ കുറവ് മേ ബി ഒരു ഓഫ് ബീറ്റ് ടച്ച് ആയതുകൊണ്ടായിരിക്കാം. പിന്നെ നല്ല ഡെപ്ത് ഉണ്ട് പടത്തിന്. അത് ഓരോ സീൻസ്, സിനിമാറ്റോഗ്രാഫി ഓരോ സീൻസ് ഭയങ്കര ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. മൂവിയുടെ ഓരോ സ്റ്റോറിയുടെ ഓരോ ഭാഗങ്ങൾ, ഓരോ സീൻസ് നല്ല ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്തിനാണ് ആൾ കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനിപ്പോൾ പറ്റില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ടു, ഞാൻ സാറ്റിസ്ഫൈഡാണ്, വർത്താണ്. മൂവി ഒരു സമകാലീന വിഷയമാണ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 40,000 അൺഐഡൻറ്റിഫൈഡ് ബോഡി ഒരു വർഷം കിട്ടുന്നു എന്ന് പറയുന്നത് ആക്ച്വലി എനിക്കൊരു പുതിയ അറിവാണ്. എന്തായിരുന്നാലും അത് അങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിനെ ഈ ഒരു ചെറിയ ഒരു ത്രെഡ് ചെയ്യുന്ന ഇത്രയും ഒരു 1.5 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു ഫിലിം നല്ലോണം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൊക്കേഷനും സിനിമാറ്റോഗ്രാഫിയും എല്ലാം വളരെ മികച്ചതാണ്. ആക്ച്വലി പുള്ളി കൂടുതലും എനിക്ക് തോന്നുന്നു ഡോക്യുമെൻ്ററീസാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെല്ലാം ഒരു ഇൻ്റർനാഷണൽ റാമിഫിക്കേഷനുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഓഡിയൻസിനെ ഉദ്ദേശിച്ച് തന്നെയാണ് പുള്ളി ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതനുസരിച്ച് തന്നെയായിരിക്കും ഇതും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എനിക്കൊന്ന് വേറെ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ ഇത് ആൾറെഡി പ്രദർശിപ്പിച്ച് കാണുമായിരിക്കാം എന്നാണ് ഞാൻ തോന്നുന്നത്. ആ മൂവിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സീൻ പറയാൻ എനിക്ക് ഫുള്ള് ഇഷ്ടമായി. തുടങ്ങിയപ്പോൾ ഇത് തോന്നി, ഒരു ആകാംക്ഷ കാണാൻ. പിന്നെ എനിക്ക് ആ സിനിമയുടെ ഒരു ഫ്ലോ എനിക്ക് ഇഷ്ടമായി. എന്ന് വെച്ചാൽ ലാസ്റ്റായപ്പോൾ അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഞാൻ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഇറങ്ങി. അപ്പോൾ എനിക്ക് ആക്ടിങ് ഗൈ ഇഷ്ടമായി. കരച്ചിൽ വന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കടയിലൊക്കെ പോകുമ്പോൾ അവർ പറയൂലേ, എപ്പോഴും ഇങ്ങനെ വിളിക്കുമ്പോൾ പണി ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു ചെറിയൊരു വിഷമം വന്ന്. ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ആ ചേട്ടൻ അവിടെ പോയി രാത്രി പോയി ഇതൊക്കെ എടുക്കില്ലേ, എനിക്കൊരു ഇതായിട്ട് തോന്നി. ആ ചെറുക്കൻ്റെ പേരറിഞ്ഞൂടാ, മറന്നുപോയി. പക്ഷെ എനിക്ക് ആ ചെറുക്കൻ്റെ ഒത്തിരി ഇഷ്ടമായി. ആ വിഷമം അതൊരു നല്ല പടമായിരുന്നു. നല്ലൊരു മെസ്സേജ് ഉള്ളൊരു പടമാണ്. ഒരു കോവിഡ് ബേസ്ഡ് നമുക്ക് വേണമെങ്കിൽ പറയാം, കോവിഡ് കാലത്തെ ഇത്. പിന്നെ പിള്ളേർക്ക് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. പക്ഷേ പിള്ളേർ അത് കുറച്ചുകൂടെ പ്രൊമോഷൻ കൊടുത്താൽ പിള്ളേരുമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണ് പിള്ളേർക്ക് വെച്ച്.